എൻ്റെ പേര് ടിൻഡു മേരീസ് കറിയ. ഞാൻ ആൽഫയിൽ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. മാർച്ച് 21 വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേ. ഡൗൺ സിൻഡ്രോം ഉള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഡൗൺ സിൻഡ്രോമിനെ പറ്റിയുള്ള അവയർനെസ് സൊസൈറ്റിക്ക് കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേ ആചരിക്കുന്നത്. ഡൗൺ സിൻഡ്രോം ഉള്ള ചില കുട്ടികൾക്ക് ഫിസിയോതെറാപ്പി ആവശ്യമായി വരും. കാരണം അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കുറവുള്ളതായിട്ടുള്ള മസിൽ ടോൺ ആണ്. അതുകൊണ്ട് തന്നെ മോട്ടോർ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് ഡിലേ ഉണ്ടാവും. ഉദാഹരണമായി മുട്ടിലിഴയുക, എണീറ്റിരിക്കുക, നിൽക്കുക, നടക്കുക എന്നീ കാര്യങ്ങളിലൊക്കെ ഡിലേ ഉണ്ടാവും. പല റിസർച്ച് സ്റ്റഡീസും ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളിൽ സെൻസറി പ്രോസസ്സിംഗ് ഇഷ്യൂസ് ഉള്ളതായിട്ട് പറയപ്പെടുന്നു. അതിൽ കോമൺ ആയിട്ട് പറയുന്നത് ടാക്ടൈൽ സെൻസിറ്റിവിറ്റിയും പ്രൊപ്രിയോസെപ്റ്റീവ് ഇഷ്യൂസുമാണ്. പ്രൊപ്രിയോസെപ്റ്റീവ് ഇഷ്യൂസ് എന്ന് പറയുന്നത് ആ കുട്ടികൾക്ക് ബോഡി അവയർനെസ് കുറവായിരിക്കും. ടാക്ടൈൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ടച്ചിനോട് അവർക്ക് സീക്കിംഗ് അല്ലെങ്കിൽ അവോയ്ഡൻസ് ഉണ്ടാകും, അതായത് ശരിയായ പ്രതികരണം ഇല്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ അവർക്ക് നടക്കുമ്പോൾ ബാലൻസ് ആൻഡ് കോർഡിനേഷൻ ഇഷ്യൂസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സ്റ്റഡിലി വാക്കിംഗ് എന്നുള്ളത് അവർക്കൊരു ചലഞ്ചിങ് ആയിരിക്കും. പ്രോപ്പർ എക്സർസൈസിലൂടെയും ഗൈഡൻസിലൂടെയും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മോട്ടോർ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഫിസിയോതെറാപ്പി ഇൻ്റർവെൻഷനിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുട്ടിയുടെ മസിൽ ടോൺ ഇമ്പ്രൂവ് ചെയ്യുക, ബാലൻസ് ആൻഡ് കോർഡിനേഷൻ ട്രെയിൻ ചെയ്യുക, സെൻസറി മോട്ടോർ ഏരിയയിൽ വർക്ക് ചെയ്തിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുക എന്നിവയാണ്. ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ കൃത്യമായ അസസ്മെൻറ്റും പ്ലാനിങ്ങും കുട്ടിയുടെ മോട്ടോർ മൈൽസ്റ്റോൺ ഡിലേ വരാതെ അച്ചീവ് ചെയ്തെടുക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഹോം പ്രോഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിനായിട്ട് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഹോം പ്രോഗ്രാം അത്യാവശ്യമാണ്. ഹോം പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രൊഫഷണൽസിൻ്റെ ഗൈഡൻസോട് കൂടിയതും ഫാമിലി ഉൾപ്പെടുത്തിയിട്ടുള്ളതും അനുയോജ്യമായ ആക്ടിവിറ്റീസ് ആഡ് ചെയ്തിട്ടുള്ളതും ആയിരിക്കണം. പ്രൊഫഷണൽ ഗൈഡൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്നാൽ അറ്റ്ലാന്റോ ആക്സിയൽ ജോയിൻ്റ് ഇൻസ്റ്റബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ട്രാംപോളിൻ, ഡൈവിംഗ് പോലുള്ള ആക്ടിവിറ്റീസ് ഓർ ഗെയിംസ് അവർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ പുറകോട്ട് തലയടിച്ച് വീഴാതെ സൂക്ഷിക്കുകയും വേണം. എയർലി ഇൻ്റർവെൻഷനോടൊപ്പം ഒരു വെൽ ഡിസൈൻഡ് ഹോം പ്രോഗ്രാം കൂടി ആകുമ്പോഴേക്ക് ഒരു ബെറ്റർ ഔട്ട്കം ഉണ്ടാക്കുവാനും അതുവഴി അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുവാനും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യിക്കുവാനും നമുക്ക് സാധിക്കും. താങ്ക് യു.